Hi friends, welcome to Veranda YouTube channel. എൻ്റെ പേര് ജീനു. നമ്മൾ നോക്കുന്നത് ബാങ്കിങ് അവയർനെസ് ആണ്. ഇന്ന് നമ്മൾ പാർട്ട് 4 എത്തി. കഴിഞ്ഞ പാർട്ടിൽ, അതായത് പാർട്ട് 3ൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ പാർട്ട് 1 ആണ് നോക്കിയത്. അതിൽ നമ്മൾ RBI നോക്കി, RBIയുടെ ഫങ്ഷൻസ് നോക്കി, അത്രയും വരെയാണ് നിർത്തിയിരുന്നത്. ഓക്കെ, അതിനു മുൻപ് നമ്മുടെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. ബേസിക് ക്ലാസ്, ബേസിക് സർക്കിൾ, പിന്നെ എക്സ്ട്രീം സർക്കിൾ. ഇത്രയും കഴിയുമ്പോൾ 50% ആയിരിക്കും നിങ്ങളുടെ, അതായത് നിങ്ങളൊരു ബാങ്ക് എംപ്ലോയി ആവാനായിട്ട് 50% എലിജിബിൾ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് സൂപ്പർ ബാച്ചാണ്. സൂപ്പർ ബാച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിലിംസ് ലെവലും മെയിൻസ് ലെവലും കൂടെ ഫോക്കസ് ചെയ്ത് കമ്പൈൻഡ് ആയിട്ട് എക്സാം എങ്ങനെയാണോ അറ്റൻഡ് ചെയ്യേണ്ടത് അതേ രീതിയിൽ തന്നെ ആയിരിക്കും മെറ്റീരിയൽ പോകുന്നത്. പിന്നെ ഉള്ളത് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം റിപ്പാണ്. അതിൽ വരുന്നത് മോക്ക് ടെസ്റ്റുകളാണ്. മോക്ക് ടെസ്റ്റ് കൂടെ കഴിയുമ്പോൾ 90% നിങ്ങൾ എലിജിബിൾ ആണെന്ന് പറയാം ഒരു ബാങ്ക് എംപ്ലോയി അല്ലെങ്കിൽ ബാങ്ക് ടെസ്റ്റ് പാസ്സാവാൻ. ഇത്രയാകുമ്പോഴത്തേക്കും IBPS ക്ലർക്ക് അല്ലെങ്കിൽ SBI ക്ലർക്ക് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് റിപ്പ് വരെ മതി. പക്ഷേ PO വരുമ്പോൾ മോക്ക് ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യമുണ്ട്. അതായത് POയ്ക്ക് ഇൻ്റർവ്യൂ ഉണ്ട്, അതുകൊണ്ട് മോക്ക് ഇൻ്റർവ്യൂ സെഷൻ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് വെരാന്ത റേസിൻ്റെ. പിന്നെ നമ്മുടെ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ബാങ്ക് SSC PSC എക്സാംസിനെ കുറിച്ച് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് അവൈലബിൾ ആണ്. അതിൽ കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ എക്സ്പേർട്സ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത നമ്മുടെ പാർട്ടിലോട്ട് കിടക്കാം. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ RBI എങ്ങനെയെല്ലാം ഡിവൈഡ് ചെയ്യാം, ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്, അതിൽ ഷെഡ്യൂൾഡ് ബാങ്ക് എന്താണ്, നോൺ ഷെഡ്യൂൾഡ് എന്താണെന്ന് ജസ്റ്റ് നോക്കി. അതുപോലെ ഷെഡ്യൂൾഡ് ബാങ്ക്സിനെ എങ്ങനെയെല്ലാം ഡിവൈഡ് ചെയ്യാമെന്ന് നോക്കി. അപ്പോൾ അതിൽ വരുന്നതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക് നോക്കാം. ഓക്കെ, കൊമേഴ്ഷ്യൽ ബാങ്ക് is an institution that accepts deposit, make business loans and offers related services. ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ തോന്നും എല്ലാ ബാങ്കുകളും ഇത് തന്നെയല്ലേ ചെയ്യുന്നത്, അതായത് ബിസിനസ്സിന് വേണ്ടിയിട്ടും പേഴ്സൺസിന് വേണ്ടിയിട്ടും ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും ലോൺ കൊടുക്കുകയും തന്നെയാണ് എല്ലാ ബാങ്ക്സിൻ്റെയും കടമ. പക്ഷേ ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആവുന്നതെന്ന്. കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് അക്സെപ്റ്റ് ഡിപ്പോസിറ്റ്സ്, മേക്ക് ബിസിനസ് ലോൺസ് ആൻഡ് ഓഫേഴ്സ് റിലേറ്റഡ് സർവീസസ് ടു general public and businessmen. Commercial banks in India are largely Indian public sector banks and private sector bank with few foreign banks. കൂടുതലും ഇന്ത്യൻ പബ്ലിക് സെക്ടർ ബാങ്ക്സും പിന്നെ ഉള്ളത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, പിന്നെ കുറച്ച് ഫോറിൻ ബാങ്ക്സും കൂടെ ഉൾപ്പെട്ടതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. ദ പബ്ലിക് സെക്ടർ ബാങ്ക്സ് അക്കൗണ്ട് ഫോർ മോർ ദാൻ 80% ഓഫ് ദ എൻറ്റയർ ബാങ്കിങ് ബിസിനസ് ഇൻ ഇന്ത്യ. ഈ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ് നമ്മുടെ ഇന്ത്യയിലെ ബാങ്കിങ് ബിസിനസ്സിൻ്റെ 80%ഉം എന്ത് ചെയ്യുന്നത്, മോർ ദാൻ 80% ഓഫ് എൻറ്റയർ ബാങ്കിങ് ബിസിനസ്സും ഒക്യുപ്പൈ ചെയ്യുന്നത്. അടുത്തത് എ ഡോമിനൻറ്റ് പൊസിഷൻ ഇൻ ദ കൊമേഴ്ഷ്യൽ ബാങ്കിങ്. ദീസ് ആർ പ്രോഫിറ്റ് മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺഡ് ബൈ ഗവൺമെൻറ് ഓർ പ്രൈവറ്റ് ഓർ ബോത്ത്. അതായത് നമ്മുടെ ഗവൺമെൻറ് ഓണർഷിപ്പിലുള്ളത് അല്ലെങ്കിൽ പ്രൈവറ്റ് ഓണർഷിപ്പും അല്ലെങ്കിൽ കുറച്ച് ഷെയർ ഗവൺമെൻറ്, കുറച്ച് പ്രൈവറ്റ്, അങ്ങനെ വരുന്ന ബാങ്ക്സ് എല്ലാം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ പെടാത്ത ബാങ്ക്സ് ആണ് റീജിയണൽ റൂറൽ ബാങ്ക്സും കോപ്പറേറ്റീവ് ബാങ്ക്സും. ഇത് രണ്ടും ഫോക്കസ് ചെയ്യുന്നത് ഫാമേഴ്സിനെയാണ്, അല്ലാതെ ജനറൽ പബ്ലിക്കിനും ബിസിനസ്മെന്നിനും വേണ്ടിയുള്ളതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൂടുതലും അഗ്രികൾച്ചർ ഫോക്കസ് ചെയ്ത് വരുന്നതാണ് നമ്മുടെ RRBs, റീജിയണൽ റൂറൽ ബാങ്ക്സും കോപ്പറേറ്റീവ് ബാങ്ക്സും. കാരണം ഒരു ഘട്ടം എത്തിയപ്പോൾ കൂടുതലും ഫാമേഴ്സിന് ലോൺ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഫാമേഴ്സിൻ്റെ കയ്യിൽ അധികം ക്യാഷ് ഉണ്ടാവാറില്ല, എന്നാൽ അവർക്ക് ലോണിൻ്റെ ആവശ്യമുണ്ട്. ആ ടൈമിൽ കൂടുതലും പ്രശ്നം വരുന്നത് ലോൺ അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ടാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കൂടുതലും ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാത്തത്, കൂടുതലും ജനറൽ പബ്ലിക്കിനെയും ബിസിനസ്മെന്നിനെയും മാത്രം സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്താണ് റീജിയണൽ റൂറൽ ബാങ്ക്സും കോപ്പറേറ്റീവ് ബാങ്ക്സും വന്നത്. ഓക്കെ, അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇത്രയാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺഡ് ബൈ ഗവൺമെൻറ് ഓർ പ്രൈവറ്റ് ഓർ ബോത്ത്. Commercial bank institution that accept deposit, make business loans and offers
റിലേറ്റഡ് സർവീസസ് ടു ജനറൽ പബ്ലിക് ആൻഡ് ബിസിനസ്മാൻ. ഓക്കെ അല്ലേ? അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ് എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഏതൊക്കെയാണ് ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് നോക്കാം. ഒന്നാമത് നമ്മൾ പറഞ്ഞത് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ്. പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ഗവൺമെൻറ് ഹു ഹാസ് എ മേജർ ഷെയർ ഇൻ ദം. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ മേജർ ഷെയർ ഗവൺമെൻറ്റിനാണെങ്കിൽ അത് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ്. മേജർ ഫോക്കസ് ഓഫ് ദീസ് ബാങ്ക്സ് ഈസ് ടു സെർവ് ദ പീപ്പിൾ റാദർ ദാൻ ഏൺ പ്രോഫിറ്റ്. ഇതിൻ്റെ കൂടുതലും ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതല്ല, പീപ്പിളിനെ സെർവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എക്സാമ്പിൾസ് ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒക്കെയാണ്. അതായത് നമ്മൾ മേർജ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ 12 പബ്ലിക് സെക്ടർ ബാങ്ക് ഉണ്ടെന്ന് പറഞ്ഞ് അത്രയുമാണ് നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ്, അതായത് ഇന്ത്യയുടെ ഏറ്റവും ലാർജസ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഓക്കെ, ദ പബ്ലിക് സെക്ടർ accounts for 80% of total banking business in India, and the State Bank of India is the largest commercial bank in terms of volume of commercial banks. Commercial banksൽ ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഓക്കെ, നമ്മൾ തേർഡും ഫോർത്തും ഫിഫ്ത്തൊക്കെ മുൻപ് മെർജേഴ്സിൻ്റെ സമയത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആണ്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആർ ദോസ് equity is held by private shareholders. For example, ICICI, HDFC. Private sector banks play a major role in the development of Indian banking industry. ഓക്കെ, അതായത് നമ്മുടെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഇക്വിറ്റി ഉള്ളത്. പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആകുമ്പോൾ ഗവൺമെൻറ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നത്. പ്രൈവറ്റ് സെക്ടർ ആകുമ്പം ഏറ്റവും കൂടുതൽ ഷെയർ പ്രൈവറ്റ് എൻറ്റിറ്റീസിനായിരിക്കും. ഓക്കെ, അടുത്തത് ഫോറിൻ ബാങ്ക്സ് ആണ്. ഫോറിൻ ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് വിച്ച് ഹാവ് ദെയർ ഹെഡ് ഓഫീസസ് എബ്രോഡ്. അതായത് ഫോറിൻ ബാങ്ക്സിൻ്റെ ഹെഡ് ഓഫീസ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവില്ല, ഇന്ത്യയിലായിരിക്കില്ല, ഫോറിൻ കൺട്രീസിലായിരിക്കും. ദീസ് ബാങ്ക്സ് ഹാവ് ദെയർ രജിസ്റ്റേർഡ് ഹെഡ് ഓഫീസസ് ഇൻ എ ഫോറിൻ കൺട്രി വൈൽ ദേ ഓപ്പറേറ്റ് ദെയർ ബ്രാഞ്ചസ് ഇൻ ഇന്ത്യ. അതായത് നമ്മുടെ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി ബാങ്ക്, HSBC, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് ഒക്കെ നമ്മൾ ഇന്ത്യയിൽ അതിൻ്റെ ബ്രാഞ്ചസ് കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഹെഡ് ഓഫീസ് ഫോറിൻ കൺട്രീസിലായിരിക്കും. ഓക്കെ, അതായത് സ്റ്റാർട്ട് ചെയ്തത് ഫോറിൻ കൺട്രീസിലായിരിക്കും, എന്നാൽ അതിൻ്റെ ബ്രാഞ്ചസ് നമ്മുടെ ഇന്ത്യയിലും ഉണ്ടാവും. ഓക്കെ, their branches in India, they can operate in India either through wholly owned subsidiaries or their branches. Citibank, HSBC, Standard Chartered, etc. are the examples of foreign banks in India. Okay, അപ്പോൾ നമ്മൾ നോക്കി പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ കൂടുതലും ഷെയർ ഓൺ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. അതിൽ നമ്മൾ ഏറ്റവും ലാർജസ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെക്കൻഡ് ലാർജസ്റ്റ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അടുത്തത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുമ്പോൾ ICICI, HDFC ഒക്കെ പോലെ ഉള്ളതാണ്. ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത് പ്രൈവറ്റ് എൻറ്റിറ്റീസിനാണ്. ഫോറിൻ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ പോലും അവരുടെ ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ അത് ആ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത് HSBC, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ്, സിറ്റി ബാങ്ക് പോലെയുള്ളതൊക്കെ ഫോറിൻ കൺട്രീസിലായിരിക്കും അവരുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അല്ലാതെ നോക്കിയത് റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്താണെന്ന് നോക്കാം. ദീസ് ആർ സ്റ്റേറ്റ് സ്പോൺസേർഡ് റീജിയണൽ റൂറൽ ഓറിയൻറ്റഡ് ബാങ്ക്സ്. അതായത് ഇവർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്നത് റീജിയണൽ റൂറൽ ബാങ്ക് ഓഫ് കേരളയാണ്. അതുപോലെ തമിഴ്നാടിന് വേറെ റീജിയണൽ റൂറൽ ബാങ്കാണ്. അപ്പോൾ സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ളതാണ്. ഓരോ സ്റ്റേറ്റിനും ഓരോ RRBs ആയിരിക്കും. They provide credit for agriculture and rural development. റൂറൽ ഡെവലപ്മെൻറ്റും അഗ്രികൾച്ചറുമാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്, ബിസിനസ്മെന്നിനെ അല്ല. ഓക്കെ, the main objective of RRB is to develop rural economy. Their borrowers include small and marginal farmers, agricultural laborers, artisans, etc.
Okay, NABARD holds apex position in the agriculture and rural development. After nationalization of banks in 1960, there are problems which made it difficult for commercial banks even under government ownership to lend to farmers. ഇതാണ് ആദ്യം പറഞ്ഞത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഫാമേഴ്സിന് അതായത് ലോൺ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വന്നത് 1960ക്ക് ശേഷം. അപ്പോഴാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ set up Narasimham Working Group in 1975. On the basis of the committee recommendation, a regional rural banks ordinance was promulgated in September 1975. 1975 regional rural ബാങ്കിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്ത് റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ ഓർഡിനൻസ് പുറത്തിറക്കിയത്, which was replaced by റീജിയണൽ റൂറൽ ബാങ്ക്സ് ആക്ട് 1976. ഓക്കെ, അപ്പോൾ കമ്മിറ്റി എന്ന് പറയുന്നത് നരസിംഹം കമ്മിറ്റിയാണ് സെപ്റ്റംബർ 1975. അത് കഴിഞ്ഞ് റീജിയണൽ റൂറൽ ബാങ്ക്സ് ആക്ട് 1976 പ്രകാരമാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് എസ്റ്റാബ്ലിഷ് ആയത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ റീജിയണൽ റൂറൽ ബാങ്ക്സിനെ കുറിച്ചുള്ളത്. സ്റ്റേറ്റ് ഓൺഡ് ആണ്, അതായത് സ്റ്റേറ്റ് സ്പോൺസേർഡ് ആണ്, സെൻട്രൽ ഗവൺമെൻറ് സ്പോൺസേർഡ് അല്ല. ഓരോ സ്റ്റേറ്റിനും ഓരോ റീജിയണൽ റൂറൽ ബാങ്ക്സ് ആയിരിക്കും. അതുപോലെ 1975 നരസിംഹം കമ്മിറ്റി അനുസരിച്ചാണ് ഇതിൻ്റെ റീജിയണൽ റൂറൽ ബാങ്ക്സ് ആക്ട് 1976 പാസ്സായത്. ഓർഡിനൻസ് 1975 ആയിരുന്നു. ഓക്കെ, മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്, ആർട്ടിസാൻസ്, അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ഇവരെയൊക്കെ ലക്ഷ്യം വെച്ചുള്ളതാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് RRB എന്ന് പറയുന്നത് പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആണ്, സ്പോൺസേർഡ് ബൈ സിൻഡിക്കേറ്റ് ബാങ്ക്. അതായത് നമ്മൾ ഈ റീജിയണൽ റൂറൽ ബാങ്ക്സ് എല്ലാം ഓരോ പബ്ലിക് സെക്ടർ ബാങ്ക്സ് സ്പോൺസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് RRB എന്ന് പറയുന്നത് പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആണ്, സ്പോൺസേർഡ് ബൈ സിൻഡിക്കേറ്റ് ബാങ്ക്, എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 2 October 1975. ഓക്കെ, ആ ഡേറ്റ് നോക്കി വെച്ചേക്കാം. അതും ഹെഡ് ഓഫീസ് അറ്റ് മൊറാദാബാദ് ആണ്. RRBs ആർ ഓൺഡ് ബൈ 3 entities with their respective shares as follow. അതായത് നമ്മുടെ RRBയുടെ ഷെയർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് 50%, സ്റ്റേറ്റ് ഗവൺമെൻറ് 15%, സ്പോൺസർ ബാങ്ക് 35% ആയിരിക്കും. ഓക്കെ, അതും നോക്കി വയ്ക്കുക. സെൻട്രൽ ഗവൺമെൻറ് 50%, സ്റ്റേറ്റ് ഗവൺമെൻറ് 15%, സ്പോൺസർ ബാങ്ക് അതായത് ഇപ്പോൾ പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആണെങ്കിൽ സിൻഡിക്കേറ്റ് ബാങ്കിന് അവിടെ 35% ഷെയർ ഹോൾഡിംഗ് ഉണ്ടാവും. അത്രയാണ് RRBസിനെ കുറിച്ചുള്ളത്. ഇനി കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ് നമ്മൾ നോക്കി. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അല്ലാത്തത് RRBസും കോപ്പറേറ്റീവ് ബാങ്ക്സും ആണ്. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഓൾസോ കോൾഡ് ബിക്കോസ് ദേ ആർ ഓർഗനൈസ്ഡ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആക്ട്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി നമ്മൾ നേരത്തെ നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണെങ്കിൽ ഇവിടെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആക്ട് പ്രകാരമാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് വന്നത്. ദ മേജർ ബെനിഫിഷ്യറി ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് ഈസ് അഗ്രികൾച്ചർ സെക്ടർ പർട്ടിക്കുലർ ആൻഡ് റൂറൽ സെക്ടർ ഇൻ ജനറൽ. കൂടുതലും റൂറൽ സെക്ടറിനാണ്, കൂട്ടത്തിൽ അഗ്രികൾച്ചർ സെക്ടറിനും കൂടെ ഫോക്കസ് ചെയ്താണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് വരുന്നത്. The cooperative credit institutions operating in the country are mainly of two kinds, agriculture and non-agriculture. Agricultural and non-agricultural. രണ്ട് ബേസിലാണ്, agricultural ബേസും non-agricultural ബേസും. There are two separate cooperative agencies for the provisions of agriculture credit, one for short and medium term credit. ഷോർട്ട് ആൻഡ് മീഡിയം ടേം അതായത് നമ്മുടെ ലോൺ കൊടുക്കുന്ന ടൈമിൽ തന്നെ കുറച്ച് ടൈമിലത്തേക്കും അതുപോലെ തന്നെ ലോങ് ടേം ക്രെഡിറ്റും കൊടുക്കാറുണ്ട് ലോൺ. അതിൻ്റെയാണ് ബേസ് പറയുന്നത്. ഷോർട്ട് ടേം ക്രെഡിറ്റും ഷോർട്ട് ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റും ലോങ് ടേം ക്രെഡിറ്റും. ദ ഫോമർ ഹാസ് 3 ടയർ ആൻഡ് ഫെഡറൽ സ്ട്രക്ചർ. അപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്ക്സിന് 3 ടയേഴ്സ് ഉണ്ട്. ഒന്ന് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് അറ്റ് അപ്പെക്സ് ലെവൽ, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ, പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സ് അറ്റ് ബേസ് ഓർ ലോക്കൽ ലെവൽ. ഓക്കെ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഇങ്ങനെ 3 ടയറായിട്ടാണ് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്ക്സ് പോകുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മൾ റീജിയണൽ റൂറൽ ബാങ്ക്സ് നോക്കി. സ്റ്റേറ്റ് സ്പോൺസേർഡ് ആണ്. സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സിനെയൊക്കെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അതുപോലെ നരസിംഹം കമ്മിറ്റി വഴിയാണ്. പിന്നെ ഉള്ളത് റീജിയണൽ റൂറൽ ബാങ്ക്സ് ആക്ട് 1976. ഓക്കെ, ഫസ്റ്റ് RRB പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആണ്. സ്പോൺസേർഡ് ബൈ സിൻഡിക്കേറ്റ് ബാങ്ക്. എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 2 October 1975. ഹെഡ് ഓഫീസ് അറ്റ് മൊറാദാബാദ് ആണ്. സെൻട്രൽ ഗവൺമെൻറ്റിന് 50% സ്റ്റേക്കാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് 15%, സ്പോൺസർ ബാങ്ക് 35%. ഓക്കെ, ഓരോ RRBസിനും ഓരോ സ്പോൺസേർഡ് ബാങ്ക് ഉണ്ടാവും. അടുത്ത കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ നമ്മൾ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആക്ട് പ്രകാരമാണ്. അതിൻ്റെ ടയേഴ്സ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് അറ്റ് അപ്പെക്സ് ലെവൽ, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് അറ്റ് ബേസ് അല്ലെങ്കിൽ ലോക്കൽ ലെവൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ കാര്യം. അപ്പോൾ ഇന്നത്തെ പാർട്ടിൽ ഇത്രേ പറയുന്നുള്ളൂ. അടുത്ത പാർട്ടിൽ നമ്മൾ RBIയുടെ ഓരോ സെക്ഷൻസ് ആയിരിക്കും പറയുന്നത്. അടുത്തത് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ, ഇൻഫ്ലേഷൻ, അതെല്ലാം പിന്നെ നമ്മുടെ അബ്രിവിയേഷൻസും ആയിരിക്കും. അപ്പോൾ അടുത്ത പാർട്ടിൽ കാണാം. താങ്ക് യു.